പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ശബ്ദത്തിനെ കുറിച്ച് ചെറിയ ഇടിവുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പ്രഭാഷക പുസ്തകം 10:13. അവിടെ ഒരു വലിയൊരു യാഥാർത്ഥ്യത്തിലേക്കാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മെ നയിക്കുന്നത്. അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു. എന്നിട്ട് പറയാണ്, അതിനോട് ഒട്ടി നിൽക്കുന്നവൻ മ്ലേച്ഛത വമിക്കും. ഏതിനോട് ഒട്ടി നിൽക്കുന്നവൻ? അഹങ്കാരത്തോട്. അതായത് ഈ നമ്മളിപ്പോ പറയും, ഒറ്റയടിക്ക് അത് കേൾക്കും, പറയും എനിക്കൊന്നും അഹങ്കാരമില്ല എന്ന് പറയും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ അസ്ഥിമ തൊടുന്ന ഒരു സാധനം അങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് തോണ്ടി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നാലും എന്നെ കുറ്റപ്പെടുത്താൻ ഇവനാരാ? ആ സാധനം ഉണ്ടല്ലോ സഹോദരങ്ങളെ, അതിന്റെ പേരാണ് ഈ അഹങ്കാരം എന്നുള്ളത്. ഞാൻ ആരോ എന്നുള്ളൊരു ചിന്തയാണ് നമുക്കൊക്കെ. മൂലപാപങ്ങളിൽ ഒന്നാമത്തെ അഹങ്കാരമായിട്ട് സഭ പഠിപ്പിക്കുമ്പോൾ, ദൈവവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ചുമ്മാ അങ്ങോട്ട് അഹങ്കാരമൊന്നും എനിക്കില്ലേ, ഞാനൊക്കെ ക്ലിയർ ആണെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് മൗഢ്യമാണ്. നമുക്ക് നല്ലൊരു ആത്മശോധന നമുക്ക് നടത്താം. കാരണം മൂലപാപങ്ങളിൽ ഒന്നാമത്തേതാണ് അഹങ്കാരം. മാലാഖ സാത്താനാവാനുള്ള കാരണവും അഹങ്കാരമാണ്. ദൈവമേ, അഹങ്കാരത്തിന് ഞങ്ങൾക്ക് മോചനം നൽകണമേ. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ഒരാഴ്ച വലിയൊരു കൃപയുടെ അനുഗ്രഹത്തിന്റെ ആഴ്ചയായിട്ട് മാറട്ടെ കേട്ടോ. രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.